ജയറാമേട്ടനും കാളിദാസും ഈ സിനിമയിലുണ്ട്. എന്നാ പിന്നെ പാർവതി ഇട്ടൂടെ എന്നല്ലേ ചോദിക്കാൻ വന്നത്. ഭയങ്കര മിമിക്രിനിയാണ്. മിമിക്രിനിയോ? മിമിക്രിനി നല്ല വാക്ക്. ഞാൻ കാലിൽ വീഴും, ദൈവത്തെ ഓർത്തിന്റെ ഒന്ന് ചേരുത്. ആശകളായിരം വാരണമായിരം എന്ന ആശയോട് കൂടെ എൻ്റെ കൂടെ ഇരിക്കുന്നത് ആരാ? പെരിയ നടികർ, സിംഗർ, ഡാൻസർ, മിമിക്രിക്കാരൻ, ആനക്കാരൻ, ചെണ്ടക്കാരൻ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ ആഡ് ഇപ്പൊ പറഞ്ഞ ആഡ് ചെയ്ത് ഇപ്പൊ പറഞ്ഞ അത്ര എന്റെ അത്ര ഇല്ല. ഇതിന് ഇത് എക്സ്ട്രാ എന്തൊക്കെയോ കയറിയ പോലെ തോന്നി. സിംഗർ, ഡാൻസർ ഒക്കെ ഉണ്ട്. അതെയാ, സിംഗർ ഡാൻസറോ? ഡാൻസ്. പിന്നെ കൺഫ്യൂഷൻ തീർക്കണമെന്നൊക്കെ നമ്മള് പൊളിച്ചേക്കല്ലേ, സൂര്യപുത്രനൊക്കെ നമ്മൾ പൊളിച്ചേക്കല്ലേ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത് എന്തൊക്കെയുണ്ട്? ഡാൻസർ, സിംഗർ, പെരിയ നടികർ, ആനക്കാരൻ, ചെണ്ടക്കാരൻ, മിമിക്രിക്കാരൻ എല്ലാമേ എത്തിയില്ലേ? എന്റെ വീടിന്റെ അടുത്തൊരു ബൂത്തിൽ ഞാൻ പാല് മേടിക്കാൻ പോയിരുന്നു. പാൽക്കാരെന്നും കൂടി പറഞ്ഞു. സോറി, പാൽക്കാരൻ. ജയറാമേട്ടൻ, വെരി വാം വെൽക്കം ടു റേഡിയോ മാംഗോ. ഞാൻ ഈ സിനിമയുടെ പേര് കേട്ടപ്പോലെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ആകെ ഒരു ആശയുള്ളൂ, ആശാ ശരത്ത്. പിന്നെ ഈ ഡയറക്ടർ എന്തുകൊണ്ടാണ് നമുക്ക് ആശകളായിരം എന്ന് പറയുന്നത്? ആശകളായിരം ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആരാ ഉള്ളത്? ഞാനുണ്ട്, അല്ലേ? ഉണ്ട്. മഞ്ജു ഉണ്ട്, മഞ്ജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സ്റ്റുഡിയോയിലുള്ള, ഈ ക്യാമറയുടെ പുറകിലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. ആഗ്രഹങ്ങൾ, ആശകൾ ഒരുപാടല്ലേ. ആശകൾ ഒന്നായിട്ട് ഒരിക്കലും തീരില്ല. അത് ആയിരക്കണക്കിനാണ്. വേണമെങ്കിൽ 10,000 ആശകൾ തന്നെ പറയാം. ജയറാമേട്ടന് അങ്ങനെ ഒരുപാട് ആശകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണമല്ലോ, ഇപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ വേണം. അതെ, നമ്മൾ എന്തൊക്കെ ഇനി ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, സംഭവിച്ചത് സംഭവിക്കട്ടെ, ദൈവം തന്നതല്ലേ, അതൊക്കെ വെറുതെ പറയുന്നത്. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവും. ഡയറക്ടർ ആവണം, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം, ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണം, അങ്ങനത്തെ ആശകൾ? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ആശകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ ഞാൻ ഫെയിലിയർ ആയിരിക്കും എന്നുള്ളത്. ഡയറക്ടർ എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രൊഡക്ഷൻ സൈഡിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ടർ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. ചെയ്തിട്ടില്ല. അത് ഒരു ഉറപ്പായിട്ടും ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതാണ്. 1000 ആശകളിൽ ഒരു ആശ അതാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ബാക്കി 999 ഇരിക്കട്ടെ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാളിദാസുമായിട്ട്, അതായത് അച്ഛനും മകനും കൂടെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മുടെ മക്കള് എത്ര വളർന്നാലും നമുക്ക് നമ്മുടെ മക്കള് തന്നെയല്ലേ. അതാണ്. അപ്പോൾ പിന്നെ എന്താ വെച്ചാല്, ഒരു നല്ല സിനിമയ്ക്ക് ഒരു രണ്ടാമതും രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു തരത്തിലെങ്കിലും റീച്ച് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ശരിക്കും തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് എൻ്റെ വീട് അപ്പൂൻ്റെ എന്നുള്ള സിനിമയാണ് ലാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അച്ഛൻ മകൻ കഥകൾ കുറേ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വെറുതെ ഒരു അച്ഛൻ മകൻ സിനിമ ചെയ്യാന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും അവനടുത്ത് ഞാൻ ചോദിക്കുമ്പോഴും പറയും വേണ്ട, അപ്പം എന്തെങ്കിലും ഒരെണ്ണം നല്ലൊരു സ്പാർക്ക് തോന്നുന്ന എന്തെങ്കിലും വന്നാൽ ചെയ്യാം. അങ്ങനെയാണ് ജൂഡ് 2018 കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം കഴിഞ്ഞിട്ട്, വിജയാഘോഷം കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് അദ്ദേഹം വരുമ്പോൾ സെയിം ഫ്ലൈറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. വന്ന് എന്നെ ഇങ്ങനെ കുറേ നേരം കെട്ടിപ്പിടിച്ചിട്ട് ജൂഡ് പറഞ്ഞു, എനിക്ക് സത്യനന്ദിക്കാടൊക്കെ ചെയ്തിട്ടില്ല, നീ കമൽ ചെയ്തിട്ടില്ല, പണ്ട് ശ്രീനിവാസനും ലോഹിദാസും ഒക്കെ രഘുനാഥ് പലേരിയൊക്കെ എഴുതിയിട്ടുള്ളത് പോലെ അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ജയറാമിനെ വെച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു കഥയുണ്ട്, ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കാളിദാസിൻ്റെ അടുത്താണ് വിളിച്ച് പറയുന്നത്. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ കഥ റെഡിയായിട്ടുണ്ട്, ഫോണിൽ കൂടെ പറയാം. അപ്പോൾ കണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഒരു നല്ല രസമുണ്ട് കഥ കേൾക്കാനായിട്ട്. അങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ തന്നെ രസമായിട്ട് തോന്നി. ഞാനിത് ഒരു യാത്രാമധ്യേ നമ്മുടെ ഗോപാലേട്ടനുണ്ടായിരുന്നു. ഗോപാലേട്ടൻ നല്ലൊരു കഥ കേട്ടു. അപ്പോൾ ഗോപാലേട്ടൻ എപ്പോഴും പറയും, ജയറാമിൻ്റെ കാളിദാസിനോ നല്ലൊരു സംഭവം വന്നാൽ എൻ്റെ അടുത്ത് പറയണേ എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഇതിലത്തെ ഏറ്റവും വലിയ ഹുക്ക് എന്താ? അച്ഛൻ്റെയും മകൻ്റെയും എന്താണ് നമ്മളെ പെട്ടെന്ന് കേട്ടപ്പോൾ കൊള്ളാം, ഇതാണ് നമ്മളെ ഏറ്റെടുക്കാൻ കാത്തിരുന്ന പടം? അങ്ങനെയൊന്നുമില്ല. അയ്യോ, വളരെ സിമ്പിളായിട്ടുള്ള സിനിമ. ഇപ്പൊക്കെ നമുക്ക് ഈ കോടികൾ, ഇത് പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന സിനിമകളല്ലേ കൂടുതലായിട്ട്. അങ്ങനെ യാതൊന്നുമില്ല. ഒരു ചെറിയ മലയാളിത്വമുള്ള, ഞാനൊക്കെ കുറേ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജയറാമിൻ്റെ ഒരു സിനിമ ഇത് ഇങ്ങനത്തെ കുറേ കാലമായി വന്നിട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമ. അതൊരു കുസൃതിയുള്ള പടം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഇതാണ് നമ്മുടെ ജയറാമേട്ടൻ ഇതാണെന്നാണ് പല ആൾക്കാരുടെയും കമന്റ്.
അപ്പൊ ആ ഒരു കുസൃതിയുള്ള അല്ല, ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവർക്ക് അച്ഛനും അമ്മയും മക്കളും എല്ലാം ചേർന്നൊരു സിനിമയ്ക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ അച്ഛനും മകനും തമ്മിലോ അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലോ അല്ലെങ്കിൽ സിസ്റ്ററും ബ്രദറും തമ്മിലോ എല്ലാം നടന്നിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളില്ലേ, അതിൽ തമാശകളുണ്ടാവും, ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചെറിയ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഈ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഇന്റർവ്യൂ, നമ്മുടെ കാളിദാസിന്റെ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കാളിദാസിന്റെ അടുത്ത് ആരാണ് മോനെ അഭിനയം പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ സത്യനങ്കളാണെന്നാണ് എന്നാണ് പറയുക. അതേ പക്ഷെ മിമിക്രി ആരാ മോനെ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെ പഠിച്ചതാ, പിന്നെ അപ്പൻ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, തനിയെ പഠിച്ചതാ. തനിയെ പഠിച്ചാണ്. അവനേക്കാൾ നന്നായിട്ട് ഇതൊക്കെ കാണിക്കാൻ മോളാണ്. ആണല്ലേ? ആ, എല്ലാം ഭയങ്കര മിമിക്രിനിയാണ്. മിമിക്രിനി നല്ല വാക്ക്, മിമിക്രിനി. മിമിക്രിനി സിനിമയിലേക്ക് വരാനൊക്കെ ഉള്ള, മിമിക്രിനിക്ക് അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരു പോകാനൊരു ഇഷ്ടമില്ല, അല്ലാതെ വീടിനകത്ത് മിമിക്രിനിയാണ് പ്രധാന ആള്. ഓക്കെ. പക്ഷെ ഈ കാളിദാസ് ഇന്നിരുന്ന്, അന്ന് അങ്ങനെ പറഞ്ഞ മകൻ ഇന്നിരുന്ന് സിനിമയെ പറ്റി, അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി, അല്ലെങ്കിൽ സിനിമ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയെ പറ്റി, എനിക്ക് കിട്ടുന്ന റോളുകളിലുള്ള എൻ്റെ കോൺഫിഡൻസിനെ പറ്റിയൊക്കെ ഇങ്ങനെ അപ്പൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ എത്രത്തോളം ഗർവ്? അങ്ങനെയില്ല. കാളിദാസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം തൊട്ട് അവൻ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു വളരുന്നത് അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നായതുകൊണ്ട്, എന്നെയും അല്ലെങ്കിൽ അശ്വതിയും ഒക്കെ കണ്ടു വളരുന്നതുകൊണ്ട് അവന് കുട്ടിക്കാലം തൊട്ട് ആഗ്രഹം തന്നെയായിരുന്നു. വേറെ ഒരു ആഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എപ്പോഴും അത് തന്നെയാണ്. ഈ സിനിമ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ കാണുക, അവൻ വീടിൻ്റെ ഉണ്ടെങ്കിൽ ആ ടി വിയും അവൻ്റെ സിനിമയും അവൻ്റെ ലോകമാണ് മുഴുവൻ. അതുകൊണ്ട് അതിനടുത്ത് 100% സിൻസിയറാണ്. അപ്പോൾ എനിക്ക് അശ്വതിക്കും തോന്നിയിട്ടുണ്ട്, ഈ ഒരുപാട് ഫെയിലിയറുകളൊക്കെ വന്നാലും, തോൽവികൾ ഒരുപാട് വന്നാലും, എന്തെങ്കിലും ഒരു കാലത്ത് അവനൊരു സക്സസ് എപ്പോഴെങ്കിലും അവന് കിട്ടുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അവനോട് അത്രമാത്രം സിൻസിയറാണ്, അതിന് ഡെഡിക്കേറ്റഡ് ആണ്. ആശകളായിരം ചെയ്തപ്പോഴാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് പറയണ്ടല്ലോ, ഞാൻ കുടിച്ചത് അവൾ അറിഞ്ഞില്ല, ഇതാണ് ആക്ടിങ് എന്ന് ജയറാമേട്ടൻ പറയുന്നു. അപ്പോൾ കാളിദാസ് ഞാൻ കുടിച്ചത് അറിഞ്ഞില്ല, ഇതും ആക്ടിങ്ങാ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു ആക്ടിങ് ക്ലാസ് അവിടെ നടക്കാറുണ്ടോ? വീട്ടിൽ അങ്ങനെ സിനിമ ഒരു സബ്ജക്റ്റായിട്ടേ വരാറില്ല. ഞങ്ങൾ 4 പേരും, ഇപ്പം 6 പേര്, എനിക്കൊരു മോനും ഒരു മോളും കൂടി എക്സ്ട്രാ ഉണ്ട്. അതെ. അപ്പോൾ സിനിമ ഒരു സബ്ജക്റ്റേ ആവാറില്ല. അല്ലാതെ ഞങ്ങൾക്ക് 100,000 കാര്യങ്ങൾ വേറെ പറഞ്ഞ് ചിരിക്കാനും അത് ചെയ്യാനും തർക്കിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിനിമ ഒരു വിഷയമാവാറില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും ഒരു ക്രിട്ടിക് എന്ന് പറയുന്നത് വീട്ടിൽ മോള് തന്നെയാണ്. മോള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറുത്ത് പൊരിച്ച് ഞങ്ങളെ ഇല്ലാതാക്കി, ഞാൻ അടിയറവ് പറയും, ഞാൻ കാലിൽ വീഴും, ദൈവത്തെ ഓർത്തിൻ്റെ ഒന്നും ചെയ്യരുത്, അങ്ങനെ കൊല വിളിക്കും. അപ്പോൾ അതുകൊണ്ട് മോളായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിങ് ഇതോ എങ്ങനെയെങ്കിലും, അപ്പം ആ സിനിമയിൽ എന്താ കാണിച്ചു വെച്ചത്, ആ മുഖം എന്താ അങ്ങനെ ഇരിക്കണത്, മറ്റേത് ഇങ്ങനെ ഇരിക്കുന്നത്, മറ്റേത് അതൊന്ന് കാണിച്ചേ, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് അറിയാതെ ചെയ്തു. ഇതിനിടയ്ക്ക് ചോദിക്കണമല്ലോ, ഇപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് ഇപ്പം പറയുന്ന പോലെ ജയറാമേട്ടനും കാളിദാസും ഈ സിനിമയിലുണ്ട്. എന്നാ പിന്നെ പാർവതി ഇട്ടൂടെ എന്നല്ലേ ചോദിക്കാൻ വന്നത്? ഒബ്വിയസ് ആണല്ലോ അത്. അത് ആശ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ചോദിച്ചാ, എന്തിനാ വിളിച്ചത്, അതാ പാർവതി ഇട്ടാ പോരായിരുന്നു. അതെ, ഒറിജിനൽ ഫാമിലിയുടെ അഭിനയിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? അറിയില്ല, അറിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് വേണ്ടത്. അതെ, നമ്മളായിട്ടത് കുത്തി ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എപ്പോൾ ഇഷ്ടമാണെങ്കിൽ എപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. അതെ. ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് ആണല്ലോ നമ്മൾ കണ്ടിരിക്കണേ, അപ്പനും മോനും തമ്മിലുള്ള ഈ ആശകളായിരത്തിൻ്റെ. ഇതിൻ്റെ ഫസ്റ്റ് സീനും അത് തന്നെയായിരുന്നോ നിങ്ങൾ എടുത്തത്? ഇപ്പോൾ ഒരു പാട്ട് റിലീസായില്ലേ, ആ പാട്ട് റിലീസായപ്പോൾ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തുടയ്ക്കുന്നില്ലേ, അതാണ് ഫസ്റ്റ് എടുത്ത ഷോട്ട്. ഓ, അത് ശരി. ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പ് അതെന്നെ നൗ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് തുടയ്ക്കുന്നത്. ദെൻ ഏതായിരുന്നു ഫസ്റ്റ് സീൻ? അതായത് കാളിദാസ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോൾ അപ്പനും മകനും കൂടെ ആദ്യമായിട്ട് സ്ക്രീനിലേക്ക് വരുന്നത്? ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഗോവയിൽ വെച്ചിട്ട് കാളിദാസിൻ്റെ ഒറ്റയ്ക്കുള്ള ഷോട്ട് എടുത്തു. കൊച്ചു സന്തോഷങ്ങൾ. അതിനുശേഷം അകത്ത് വന്നിട്ട് മറ്റേ ആമയുടെ കാര്യം പറയുന്നില്ലേ, മറ്റേ ഒരു ആമയെ കണ്ടു, അത് ഇത്ര ആ ഷോട്ടാണ് ആദ്യമായിട്ട് അതിനകത്തെടുത്തത്. കാളിദാസ് കുറെ കൂടെ സിനിമയുടെ മറ്റു മേഖലകളിലേക്ക് കൂടെ ഒന്ന് കടന്നു ചെല്ലണം എന്നുള്ള തോന്നലുണ്ടോ അച്ഛൻ എന്നുള്ള രീതിക്ക്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആസ് ആൻ ആക്ടറേക്കാൾ ഒരു ബ്രില്യൻ ഡയറക്ടറായിട്ട് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? അതെനിക്ക് കുറേ തോന്നിയിട്ടുണ്ട്. കാരണം ഓരോരോ പുതിയ സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറയാം, എൻ്റെ അടുത്തല്ലേ അത് അധികം പറയാം. പക്ഷേ അതിങ്ങനെ പറയും, ഇന്നലെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു എന്ത് രസമായിരിക്കുന്നു, അവൻ തന്നെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്.
അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും, ഇപ്പം ഒന്നും വേണ്ട, നോക്കട്ടെ, ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. അത് ജയറാമേൻ്റെ കാര്യം എടുത്താൽ ജയറാമേൻ്റെ ഒരുപാട് നായികമാരുടെ കൂടെ കുറേ മൾട്ടിപ്പിൾ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? 100 മുകളിൽ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 100 മേലെ കറക്റ്റ് കണക്കുണ്ട്. കറക്റ്റ് കണക്ക് എന്തായാലും 100 മുകളിലുണ്ട്. എണ്ണി നോക്കിക്കോളൂ, ഞാൻ തന്നെ ഇടക്കാലത്തൊരിക്കൽ എണ്ണി നോക്കിയിട്ടുണ്ട്. ആണോ? ഓക്കെ. അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആരെന്ന് ചോദിക്കുന്നത് വേണ്ടാത്ത ചോദ്യമെന്ന് എനിക്കറിയാം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ വീട്ടിലുണ്ടല്ലോ ഇപ്പൊ. അത് നാളെ പിക്ക് ചെയ്ത് എടുത്തോണ്ട് പോയി. പക്ഷെ അതല്ലാതെ ഇപ്പം ഉർവശി ചേച്ചിയാണെങ്കിലും ശോഭനയാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാരോട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കാണുന്ന 20 വർഷങ്ങൾക്ക് ശേഷം ഇനി പൊടിമോളുമായിട്ട് അഭിനയിക്കാൻ പോവാണെന്ന്, ഉർവശി ചേച്ചിയായിട്ട് അഭിനയിക്കാൻ വാ പൊടി എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലേക്കൊക്കെ വെച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു 20 വർഷം പറയുന്നുണ്ട് വാ പൊടി. അത് ഞാൻ എന്തായി പറയുന്നതെന്നാണ്, പിന്നെ അറിയാം പൊടിമോൾ എന്നാണല്ലോ വിളിക്കുക. ഉർവശി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അത് പെട്ടെന്ന് റിഹേഴ്സൽ ഒന്ന് പറയും, മറ്റേത് പറയും, അത് കഴിഞ്ഞ് ടേക്കിൽ വരുമ്പോൾ അത് മറന്നു വേറൊരു സാധനം ചെയ്യും. അത് ചിലപ്പോൾ അതിനേക്കാൾ ഭംഗിയായിരിക്കാം. അല്ലാതെ ചില സമയത്ത് റിഹേഴ്സൽ ഒരു സാധനം ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഡയറക്ടറോട് പറയാം, അത് റിഹേഴ്സൽ ചെയ്ത് വളരെ നന്നായിരുന്നു, പൊടി പൊടി പ്ലീസ് അത് ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് എത്രയോ ഇത്. അതേപോലെ തന്നെ ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സീനുകളിലൊക്കെ എൻ്റെ ഷോൾഡർ ഇങ്ങനെ ചിരിക്കുന്നതാണ് അറിയാതെ. അതൊക്കെ എത്രയോ ടേക്കിൽ എത്രയോ സിനിമകളിലൊക്കെ ഷോൾഡർ ചിരിക്കുന്നത്. അത് ഇടയ്ക്ക് ഇന്റർനെറ്റിലും വൈറലാണ് ഷോൾഡർ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മഴവിൽക്കാവടി എന്നുള്ള സിനിമയിൽ അന്നത്തെ ദിവസം ഉർവശിക്ക് പോകണം, പെട്ടെന്ന് സീനെടുത്ത് തീർക്കുക. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഉർവശിക്ക് പോകണം. രാവിലെ 7 മണിക്ക് തുടങ്ങി 10 മണിക്കുള്ളിൽ ഒരു പാട്ടിൻ്റെ ഉർവശിയുടെ പോർഷൻ മുഴുവൻ എടുത്ത് പറഞ്ഞയക്കണം. തങ്കത്തോണി എന്നുള്ള പാട്ടിൽ എന്ത് മനോഹരമായിട്ടുള്ള ആ പഴനി കൂടെ ഓടുന്നത് മുഴുവൻ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓടിക്കുമെന്ന് പറയും, 8 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓടിക്കുമെന്ന് പറയും, അത് കഴിഞ്ഞ് എൻ്റെ കുതിരവണ്ടിയുടെ പുറകെ ഓടിക്കോളാം എന്ന് പറയും. എല്ലാം കഴിഞ്ഞ് 10-10:30 മണിക്കുള്ളിൽ തീർത്ത് വിട്ടു. അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നും പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പം പറഞ്ഞത് അല്ലേ, 20 വർഷങ്ങൾക്ക് ശേഷം. സിനിമയുടെ പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഈ പറഞ്ഞ പോലെ 20 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഉർവശി അങ്ങനെ തന്നെ ഇരിക്കുന്നോ ഇവിടെയും? ആക്ടിങ്ങിൽ ആ ഒരു കെമിസ്ട്രി അങ്ങനെ തന്നെ ഇരിക്കുന്നു. പാണ്ഡ്യരാജ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള ഏറ്റവും അവിടുത്തെ ഒരു ഹിറ്റ് മേക്കറാണ്. ചെയ്തിട്ടുള്ള സിനിമകളിൽ 90% സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ സീനും ഞങ്ങളിങ്ങനെ നിങ്ങൾ ചേരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ രണ്ടുപേർക്കും ആ ഒരു ഹ്യൂമർ അകത്ത് കിടക്കുന്നതുകൊണ്ട് സെറ്റിൽ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. അത് ശരി ഒരുപാടുണ്ട്. ഡയറക്ടറായിരിക്കും ആദ്യം ചിരി തുടങ്ങുക, അത് കഴിഞ്ഞ് ഉർവശി ഇരിക്കും, പിന്നെ ഞാൻ ചിരിക്കും. ഇത് തന്നെയാണ്. അത് എൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞു. ഒരു മെയ് മാസം ഫസ്റ്റ് ആയിരിക്കും എൻ്റെ റിലീസ് വരിക. ഓക്കെ. സോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആശകളായിരം വാരണമായിരം എന്ന ആശ. വാരണായിരത്തിൻ്റെ അർത്ഥം വേറെയാണ് തമിഴിൽ നിന്ന് എനിക്കറിയാം, പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ പൈസ വാരണം എന്നുള്ള ഉദ്ദേശം കോടികളുടെ കണക്കാണ്. അപ്പൊ നമുക്കും എത്തണ്ടേ അല്ലേ? ക്രോസ് ആൻഡ് ക്രോസിന്റെ ക്ലബിൽ എത്തിയിട്ട് വേണം. അതൊന്നും വേണ്ട. അത് തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഈ റേഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും ഞങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പാഴായി പോയില്ല എന്ന് വിചാരിക്കുന്നു. സോ സ്വീറ്റ്. അപ്പോൾ നമുക്കിനി തിയേറ്ററിൽ കാണാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.